ക്ലബെത്തി നല്ല ടൈപ്പിംഗ് ആണല്ലോ. എന്തത് ആരാ മുഖ്യമന്ത്രിയാണെന്നുള്ളത് പ്രഖ്യാപിച്ചാ? എവിടെ പ്രഖ്യാപിക്കുന്നത്? ഇവിടെ തീരുമാനമായിട്ടില്ലല്ലോ. മൂന്നാള് തമ്മിൽ ആരാവണം എന്നുള്ള തീരുമാനമാവണ്ടേ? എത്ര പേരുണ്ട് ഇപ്പോൾ? 3 പേര്. 3 ആളുണ്ടല്ലോ. വി ഡി സതീശൻ ഉണ്ട്, രമേശ് ചെന്നിത്തല ഉണ്ട്, കേന്ദ്രത്തിൽ നിന്ന് കെ സി വേണുഗോപാലും വന്നില്ലേ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും സതീഷാണ് വരേണ്ടത്. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, 3 മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം സമയം കൊടുത്തിട്ടുണ്ടല്ലോ, ആ രീതിയിൽ വരണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പം ഇവരുടെ ഈ തമ്മിത്തല്ല് തീർന്നിട്ട് ഒരു നമ്മളെ ഭരിക്കാൻ ഒരു മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പിന്നെ ഒരു ചെറിയ ചർച്ചയാണ്, ആരാവും മുഖ്യമന്ത്രി? എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാവണം. അല്ലാണ്ട് അദ്ദേഹമാണ് ഇത്രയും കാലം ഇതിനുവേണ്ടി പ്രയത്നിച്ചത്. മാത്രമല്ല, കോൺഗ്രസിന് വലിയ തകർച്ചയിലേക്ക് പോകും. മറ്റുള്ള ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കെ സി വേണുഗോപാലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ ജനതയാണ്. ഒരു MP തെരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ നടക്കും. അവിടെ എന്തായാലും BJP നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി ആ സീറ്റ് അങ്ങ് കൊണ്ടുപോകും. പിന്നെ ഇരിക്കൂറിലാണ് കെ സി വേണുഗോപാൽ മത്സരിക്കുക എന്നറിയുന്നു. കേരളം നമുക്കറിയാം, അവിടുത്തെ ജനങ്ങൾ വോട്ടർമാർ തീരുമാനിച്ചാൽ അത് നടപ്പാവും. അങ്ങനെയാണ് ഇപ്പോൾ കണ്ണൂരിലൊക്കെ ഇലക്ഷൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇരിക്കൂരും ഇതുപോലെ കെ സി വേണുഗോപാൽ തോൽക്കും. രണ്ടും നഷ്ടമാവും, കോൺഗ്രസ് തകരുകയും ചെയ്യും. ഞാൻ പറയുന്നത് അതുകൊണ്ട് വി ഡി സതീശൻ തന്നെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു. അതെ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ജനത നമ്മുടെ ഒരു ഭരണത്തിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടീനെ ഏൽപ്പിച്ചു. പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതല്ലേ ഒരു. അല്ല, അതിൽ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കെ സിക്ക് ഇതിലൊരു റോളും ഇല്ല. കെ സി ആണ് ഇവിടെ ആര് മുഖ്യമന്ത്രിയാവണമെന്ന് തീരുമാനിക്കേണ്ട കേന്ദ്രത്തിലെ ഒരു നേതാവ്. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വരുമ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കില്ലേ. ഇവിടെ പണിയെടുത്തവർ അല്ലെങ്കിൽ ആ രീതിയിൽ കൊണ്ടുവന്നവർ ഇവിടെ ഇപ്പോൾ CPM പോലും ആ കെ സി ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് വി ഡി സതീശനെ അവർ പിന്തുണയ്ക്കില്ല. കാരണം വി ഡി സതീശൻ അത്രയ്ക്ക് ക്രാന്തദർശിയായ ഒരു നേതാവാണ്. ആ നേതാവിനെ പോലും ചിലപ്പോൾ കോൺഗ്രസ് നഷ്ടമാവും. നാളെ അദ്ദേഹം ചിലപ്പോൾ BJPയുടെ നിരയിലുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ. അത് മാത്രമല്ല, കെ സി വേണുഗോപാലിന് ജനങ്ങൾ ആദ്യമേ ഒരു സ്ഥാനം കൊടുത്ത് ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ലോക്സഭ MP അല്ലേ, അത് ജനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തൊരു ദൗത്യമല്ലേ. ആ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ട് വേറെ വെള്ളം വേണമെന്ന് പറഞ്ഞു വരുന്നത് ആ ജനങ്ങളോടുള്ള ഒരു മനുഷ്യരല്ലേ. ഇത് രസകരമായ സംഭവമുണ്ട്. കാരണം UDF ജയിച്ച അന്ന് തന്നെ ആളുകൾ പറയും തമ്മിൽ അടി തുടങ്ങിയിട്ടുണ്ട്. അത് ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.